ഫ്രാൻസിസ് പാപ്പായുടെ ഏറ്റവും ദൈർഘ്യമേറിയ അപ്പസ്തോലിക സന്ദർശനത്തിനായിരുന്നു കഴിഞ്ഞ ദിനങ്ങളിൽ ലോകം സാക്ഷ്യം വഹിച്ചത്. പാപ്പുവ ന്യൂഗിനിയയിലെ വൈദികരുമായി പാപ്പ കൂടിക്കാഴ്ച നടത്താനിരുന്ന വേളയിൽ എല്ലാവരും ശ്രദ്ധിച്ചത് ഫ്രഞ്ചുകാരനായ ഒരു വൈദികനെയായിരുന്നു. 28-ാം വയസ്സിൽ പാപ്പുവ ന്യൂഗിനിയയിലെത്തിയ ഫാദർ ആൽബർട്ട് ബൗഡോഡിന് ഇന്ന് 84 വയസ്സുണ്ട്. അദ്ദേഹമാണ് ഈ രാജ്യത്തെ ഏറ്റവും പ്രായം കൂടിയ വൈദികൻ. ഫാദർ ആൽബർട്ടിന്റെ പൗരോഹിത്യത്തിലേക്കുള്ള വഴി തന്നെ ആരെയും അത്ഭുതപ്പെടുത്തും. മനസ്സില്ലാ മനസ്സോടെ സെമിനാരിയിൽ പ്രവേശിച്ച ഇദ്ദേഹം യാദൃശ്ചികമായി ഒരു മിഷനറിയെ കാണുകയും അദ്ദേഹത്തിൽ നിന്നും ലഭിച്ച ആത്മീയ ഉപദേശത്തിലൂടെ പൗരോഹിത്യത്തിന്റെ മൂല്യത്തെക്കുറിച്ച് തിരിച്ചറിയുകയും അങ്ങനെ 1967 അദ്ദേഹം ഒരു വൈദികനായി അഭിഷിക്തനാവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് ഫാദർ ആൽബർട്ടിനെ തൻ്റെ സുപ്പീരിയർ പാപ്പുവ ന്യൂഗിനിയയിലേക്ക് ശുശ്രൂഷകൾക്കായി നിയമിക്കുന്നത്. നീണ്ട 45 ദിവസം നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ഫാദർ ആൽബർട്ട് രാജ്യത്തെത്തിയത്. അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ വലിയ പ്രതിസന്ധികൾക്ക് നടുവിലായിരുന്നു. വിഷപ്പാമ്പുകളുള്ള വനങ്ങൾ താണ്ടി പല ഗ്രാമങ്ങളിലും വിശുദ്ധ കുർബാനയും മറ്റ് കൂദാശകളും പരികർമ്മം ചെയ്ത സംഭവങ്ങളെക്കുറിച്ചും ഈ വൈദികൻ ഓർത്തെടുക്കുന്നു. പല സ്ഥലങ്ങളിലും ദിവസങ്ങളോളം തങ്ങി ദിവ്യബലി അർപ്പിച്ച സംഭവങ്ങളും ഇദ്ദേഹത്തിന് പറയുവാനുണ്ട്. വർഷങ്ങൾ നീണ്ട ശുശ്രൂഷകൾക്കൊടുവിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപായിരുന്നു അദ്ദേഹം പൗരോഹിത്യ ശുശ്രൂഷകളിൽ നിന്നും വിരമിക്കുന്നത്. പുതുതായി ഇവിടേക്കെത്തുന്ന ഓരോ വൈദികർക്കും ഒരു പാഠപുസ്തകമായി അദ്ദേഹം ഇന്നും പാപ്പുവ ന്യൂഗിനിയയിൽ തന്നെ തുടരുകയാണ്.